ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ചാപ്റ്റർ 1 ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ചാപ്റ്ററിൻ്റെ പേരാണ് ഇൻവേഷൻ ആൻഡ് റെസിസ്റ്റൻസ്, ആക്രമണവും പ്രതിരോധവും. എങ്ങനെയാണ് യൂറോപ്യന്മാർ നമ്മുടെ രാജ്യത്ത് ഒരു സ്ഥിരം ഭരണാധികാരികളായി മാറിയത്, അവരെ അതിന് നയിച്ച കാരണങ്ങൾ എന്തെല്ലാമാണ് എന്നീ കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അതുപോലെ മറ്റ് യൂറോപ്യൻസ് ആരെല്ലാമാണ് ഇന്ത്യയിൽ കടന്നുകൂടിയത്, അവരെല്ലാം എങ്ങനെ ഇവിടെ നിന്ന് പുറത്താക്കപ്പെട്ടു എന്നീ കാര്യങ്ങൾ നമുക്ക് ഈ ചാപ്റ്ററിലൂടെ മനസ്സിലാക്കാം. അപ്പോൾ ഇൻവേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഇൻവേഷൻ ആക്രമണം, റെസിസ്റ്റൻസ് പ്രതിരോധിക്കുക, അതിനെ എതിരിടുക. അപ്പോൾ ഇവിടെ ആക്രമിക്കപ്പെട്ടതും ആക്രമിച്ചതും ആരാണ് എന്ന് നോക്കാം. In April 1601, the English East India Company sent its first expedition to the East Indies. ഈസ്റ്റ് ഇൻഡീസിലേക്ക് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആദ്യമായിട്ടൊരു യാത്ര പുറപ്പെടുകയാണ്. കടലിലൂടെയുള്ളതാണ് യാത്ര. അപ്പോൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് 1600-ലാണ്. എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടത് 1600-ലാണ്. 1601-ലാണ് അവർ ഈസ്റ്റ് ഇൻഡീസിലേക്ക് ആദ്യമായിട്ടൊരു യാത്ര പോകുന്നത്. After some 18 months, its 4 ships, Accession, Dragon, Hector and Susan, had returned from Sumatra and Java with a cargo mainly of pepper. അപ്പോൾ ഇവർ യാത്ര ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇവർ പോകുന്നത് പെപ്പർ പോലുള്ള സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ടുവരാൻ. അപ്പോൾ പെപ്പറുമായിട്ടൊരു ഷിപ്പ്, ആക്സെഷൻ, ഡ്രാഗൺ, ഹെക്ടർ, സൂസൻ മുതലായ കപ്പലുകളിൽ ഒരു 18 മാസത്തിന് ശേഷം അവർ തിരിച്ചു വരികയാണ്. അപ്പോൾ ആദ്യത്തെ ഇവരുടെ എക്സ്പെഡീഷൻ വളരെ വിജയകരമായിരുന്നു. എന്നാൽ പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. ദ സക്സസ് ഓഫ് ദിസ് വെഞ്ചർ ലെഡ് ടു എ സെക്കൻഡ് എക്സ്പെഡീഷൻ ബൈ ദ സെയിം ഷിപ്സ് വിച്ച് ലെഫ്റ്റ് ലണ്ടൻ ഇൻ മാർച്ച് 1601. അപ്പം മാർച്ചിൽ 1604-ൽ അവർ ഇതേ കപ്പലിൽ തന്നെ വീണ്ടും ഒരു എക്സ്പെഡീഷൻ തുടങ്ങുകയാണ്. കടലിലൂടെയുള്ള ഒരു യാത്ര പുറപ്പെടുകയാണ്. കാരണം എന്താണ്? അവർക്ക് ആദ്യത്തെ പ്രാവശ്യം അവർക്ക് നല്ല വിജയമാണ് കിട്ടിയത്. അതായത് വേണ്ടുന്ന പെപ്പറൊക്കെ അവർക്ക് കിട്ടി, വളരെ സക്സസ് ആയി തിരിച്ചെത്തി. അതുകൊണ്ട് 1604-ൽ അവർ വീണ്ടും ഒരു യാത്ര തുടങ്ങുകയാണ്. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് നോക്കാം. ഓൺ ദ റിട്ടേൺ ജേണി, തിരിച്ചു വരുന്ന സമയത്ത് ഹെക്ടർ ആൻഡ് സൂസൻ സെറ്റ് ഓഫ് ഫസ്റ്റ് പുറപ്പെട്ടത് ഹെക്ടറും സൂസനായിരുന്നു. പക്ഷേ സൂസൻ വാസ് ലോസ്റ്റ് അറ്റ് സീ, കടലിൽ അത് നഷ്ടമായി, സൂസൻ നഷ്ടമായി, മുങ്ങിപ്പോയി. ഹെക്ടർ വാസ് റെസ്ക്യൂഡ് ബൈ ആക്സെഷൻ ആൻഡ് ഡ്രാഗൺ. അപ്പോൾ ആക്സെഷനും ഡ്രാഗണും ഹെക്ടറിനെ രക്ഷപ്പെടുത്തി. ഹെക്ടർ എന്ന് പറയുന്ന ഷിപ്പ് രക്ഷപ്പെടുത്തി. വിത്ത് മോസ്റ്റ് ഓഫ് ദ ക്രൂ ഡെഡ്, പക്ഷേ അതിലുള്ള യാത്രികർ അധികവും മരിച്ചിരുന്നു. ഇൻ മെയ് 1606 ദ ഷിപ്സ് ലോഡഡ് വിത്ത് എ കാർഗോ ഓഫ് പെപ്പർ, ക്ലോവ്സ് ആൻഡ് നട്ട്മാഗ്സ് റീച്ച് ഇംഗ്ലണ്ട്. 1606-ൽ, അപ്പോൾ 1601-ൽ 1601 മുതൽ 1606 വരെ നടത്തിയ യാത്രകളുടെ ഒരു വിവരണമാണ് ഇവിടെ ജെയിംസ് ഫ്ലെച്ചർ തന്നിട്ടുള്ളത്. അപ്പോൾ 1606-ൽ 1606-ൽ ദ ഷിപ്സ് ലോഡഡ് വിത്ത് എ കാർഗോ ഓഫ് പെപ്പർ, അതായത് കുരുമുളക്, ഗ്രാമ്പൂ, ജാതിക്ക മുതലായവ കൊണ്ട് ഒരു കപ്പലിൽ അവർ നിറച്ച് ഇംഗ്ലണ്ടിൽ എത്തി. ദ കമ്പനി മെയ്ഡ് എ പ്രോഫിറ്റ് ഓഫ് 95% ഓൺ ദർ ഇൻവെസ്റ്റ്മെൻറ്റ്. അവരെത്രയാണോ മുതൽ മുടക്കിയത്, അതായത് ആ ഒരു യാത്രയ്ക്ക് എത്രയാണോ ചിലവാക്കിയത് അതിനേക്കാളിലും 95%, എത്രയോ ഇരട്ടി, വളരെയധികം ലാഭം അവർക്ക് കിട്ടി, പ്രോഫിറ്റ് ഉണ്ടായി. അപ്പോൾ കച്ചവടത്തിൽ ലാഭം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ആ ഒരു കച്ചവടം അവർ വീണ്ടും ചെയ്യാൻ തയ്യാറായിരിക്കും. അപ്പോൾ ആ ഒരു യാത്ര എക്സ്പെഡീഷൻ അവർക്ക് വീണ്ടും വളരെ ഇൻട്രസ്റ്റിംഗ് ഉള്ളതായി മാറി. ഇനി നമുക്ക് എന്താണ് നോക്കാം ചാപ്റ്ററിൻ്റെ ബാക്കി ഭാഗങ്ങളിൽ. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ തരത്തിൽ ഒരു യാത്ര തുടങ്ങുന്നത്, അല്ലെങ്കിൽ ഈ ഒരു യാത്ര അവർ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് എന്ന് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആഫ്റ്റർ റീഡിംഗ് ദ അബവ് അക്കൗണ്ട് ഡു യു സീ ഹൗ ദ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇൻ ഇംഗ്ലണ്ട് വിച്ച് ലേറ്റർ കോൺകേർഡ് ഇന്ത്യ എസ്റ്റാബ്ലിഷ്ഡ് ട്രേഡ് ലിങ്ക്സ് ഇൻ ദ ഈസ്റ്റേൺ റീജിയൻസ് ഇൻക്ലൂഡിങ് ഇന്ത്യ. ഇന്ത്യ ഉൾപ്പെടെയുള്ള ഈസ്റ്റേൺ റീജിയനിൽ ഒരു ട്രേഡ് ലിങ്ക് അവർ ഉണ്ടാക്കി. ആ ട്രേഡ് ലിങ്കിലൂടെയാണ് ഇന്ത്യയെ അവർ പിന്നീട് കോൺകർ ചെയ്തിട്ടുള്ളത്. അതായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയെ കോൺകർ ചെയ്യാനുള്ള കാര്യം എന്താണ്? ഇവിടുത്തെ സ്പൈസസ് ആണ്. അപ്പോൾ അവർ പിന്നീട് ഇന്ത്യയെ ഒരു കോളനിയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്.
Let us examine what prompted the East India Company to trade in such a difficult condition. ഇത്രയും പ്രയാസപ്പെട്ട ഒരു കണ്ടീഷനിൽ എന്തെല്ലാം കാര്യങ്ങളായിരിക്കും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ കച്ചവടം ചെയ്യുന്നതിന് പ്രേരിപ്പിച്ചതെന്ന് നമുക്ക് നോക്കാം. യൂറോപ്യൻസ് ഹാഡ് ട്രേഡ് റിലേഷൻസ് വിത്ത് അതർ പാർട്സ് ഓഫ് ദ വേൾഡ്. ഇപ്പോൾ ലോകത്ത് മറ്റുള്ള രാജ്യങ്ങളുമായി യൂറോപ്യൻസിന് പണ്ട് കാലം മുതലേ കച്ചവടമുണ്ടായിരുന്നു. ഫ്രം ancient times, Europeans had trade relations with other parts of the world. Asia was also included in this. ഏഷ്യയും ഇതിൽ ഉൾപ്പെട്ടിരുന്നു. എന്നാൽ എന്താണ്, ഏഷ്യയും യൂറോപ്യനുമായിട്ടുള്ള കച്ചവടം പണ്ട് കാലം മുതലേ ഉണ്ടായിരുന്നു. These connections led to the discovery of an eastward sea route from Europe by the end of the 15th century. 15ാം നൂറ്റാണ്ടിൻ്റെ അവസാനമായപ്പോഴേക്കും യൂറോപ്യൻസ് ഏഷ്യയുമായി ഒരു ബന്ധം സ്ഥാപിക്കാനായി പുതിയൊരു സീ റൂട്ട് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് പല കാരണങ്ങളുമുണ്ട്. പുതിയൊരു സീ റൂട്ട് കണ്ടുപിടിക്കാനുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. അതെന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ റീസണാണ് ടെക്നോളജിക്കൽ അഡ്വാൻസസ് ഇൻ യൂറോപ്യൻ ഷിപ്പ് ബിൽഡിംഗ് ആൻഡ് സെയിലിംഗ്. അപ്പോൾ ഇവർ ടെക്നോളജിക്കലായി ഷിപ്പ് ബിൽഡിങ്ങിലും സെയിലിങ്ങിലും വന്ന മാറ്റം അവരെ പുതിയൊരു സീ റൂട്ട് കണ്ടുപിടിക്കാൻ പ്രേരിപ്പിച്ചു. അടുത്ത കാരണം എന്താണ്? ഗ്രോത്ത് ഇൻ നോളേജ് അബൌട്ട് ജോഗ്രഫിയെക്കുറിച്ച്, അതായത് ഭൂപ്രകൃതിയെക്കുറിച്ച്, ഭൂമിയെക്കുറിച്ച് അവർ കൂടുതൽ മനസ്സിലാക്കാൻ അവർക്ക് സാധിച്ചു. അതും അവരെ പുതിയൊരു സീ റൂട്ട് കണ്ടുപിടിക്കാൻ അവരെ പ്രേരിപ്പിച്ചു. അഡ്വാൻസസ് മെയ്ഡ് ഇൻ കോമ്പസ് ആൻഡ് മാപ്പ് മേക്കിംഗ്. ഇപ്പോൾ നമുക്കറിയാം കപ്പൽ യാത്രയ്ക്കൊക്കെ ആവശ്യമായിട്ടുള്ളതാണ് കോമ്പസ്, അതുപോലെ മാപ്പ് നിർമ്മാണം. അപ്പോൾ ഇവയും ഈ കാര്യങ്ങളിലും അവർ കൂടുതൽ പുരോഗതി കൈവരിച്ചു. ട്രാവൽ റൈറ്റിംഗ്സ് ബൈ വോയേജേഴ്സ് പ്രൊവൈഡഡ് നോളേജ് അബൌട്ട് ന്യൂ ടെറിട്ടറീസ് ആൻഡ് ദെയർ വെൽത്ത്. ട്രാവലോഗ്സ്, അതായത് ഓരോരുത്തരും യാത്ര ചെയ്ത ആളുകൾ എഴുതിയിട്ടുള്ള ട്രാവൽ റൈറ്റിംഗ്സ്, യാത്രയെക്കുറിച്ചുള്ള വിവരണങ്ങൾ അവർക്ക് പുതിയ സ്ഥലങ്ങളെക്കുറിച്ചും വെൽത്തിനെ കുറിച്ചുമൊക്കെ അറിയാൻ ഇടയാക്കി. ദ കമേഴ്ഷ്യൽ മാർക്കറ്റ് ഫോർ ഏഷ്യൻ പ്രൊഡക്ട്സ് ലൈക്ക് പെപ്പർ ഇൻ യൂറോപ്പിൽ ഏഷ്യൻ പ്രൊഡക്ട്സ് ആയിട്ടുള്ള പെപ്പർ പോലുള്ള സാധനങ്ങൾ, അതിന് നല്ലൊരു മാർക്കറ്റാണ് അവർക്ക് ലഭിച്ചിട്ടുള്ളത്. അതും അവരെ കൂടുതൽ ഇതുപോലുള്ള പെപ്പർ പോലെയുള്ള സുഗന്ധദ്രവ്യങ്ങൾ വാങ്ങുന്നതിന് അവരെ പ്രേരിപ്പിച്ചു. നെക്സ്റ്റ് പോയിന്റാണ് കോൺക്വസ്റ്റ് ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ ബൈ ദ ടർക്ക്. തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കൈയടക്കിയതും അവർക്ക് ആ വഴിയുള്ള കച്ചവടം അല്ലെങ്കിൽ ആ വഴിയുള്ള ട്രേഡ് നിലച്ചു. അപ്പോൾ അത് കാരണം അവർക്ക് പുതിയൊരു സീ റൂട്ട് അന്വേഷിക്കേണ്ടതായി വന്നു. അപ്പോൾ ഈ പറഞ്ഞ കാരണങ്ങളെല്ലാം തന്നെ യൂറോപ്യൻസിനെ പുതിയൊരു സീ റൂട്ട് കണ്ടുപിടിക്കാൻ, ഈസ്റ്റ് വേൾഡിലേക്ക് പുതിയൊരു സീ റൂട്ട് കണ്ടുപിടിക്കാൻ പ്രേരിപ്പിച്ചു. അപ്പോൾ ഇത്രയും കാരണങ്ങളാണ് യൂറോപ്യൻസിനെ പുതിയൊരു സീ റൂട്ട് കണ്ടുപിടിക്കാൻ അവരെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏതൊരു യൂറോപ്യനാണ് ഏഷ്യയിലേക്ക് ആദ്യം വന്നിട്ടുള്ളത്. ഇപ്പോൾ പോർച്ചുഗീസുകാരാണ് ആദ്യമായി ഏഷ്യയിലേക്ക് വന്നിട്ടുള്ള യൂറോപ്യൻസ്. വാസ്കോ ഡ ഗാമ ഫ്രം പോർച്ചുഗൽ വാസ് ദ ഫസ്റ്റ് ടു റീച്ച് ഇന്ത്യ ബൈ സീ. ഇപ്പോൾ ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള ആദ്യത്തെ പോർച്ചുഗീസുകാരനാണ് വാസ്കോ ഡ ഗാമ. അപ്പോൾ കടൽ വഴി ഇന്ത്യയിൽ വന്ന ആദ്യ പോർച്ചുഗീസുകാരനാണ് വാസ്കോ ഡ ഗാമ. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് വോയേജ് ഓഫ് ദ പോർച്ചുഗീസ് ടു ഇന്ത്യ. പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലേക്കുള്ള യാത്രയെക്കുറിച്ചാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഇൻ 1498 വാസ്കോ ഡ ഗാമ റീച്ച്ഡ് കാപ്പാട് നിയർ കോഴിക്കോട് അടുത്തുള്ള കാപ്പാടിലാണ് വാസ്കോ ഡ ഗാമ ആദ്യം വന്നിട്ടുള്ളത്. ഹിസ് അറൈവൽ പേവ്ഡ് ദ വേ ഫോർ യൂറോപ്യൻ ഡോമിനൻസ് ഇൻ ഇന്ത്യ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വരവ് ഇന്ത്യയിൽ ഒരു യൂറോപ്യൻ ഡോമിനൻസ് ഉണ്ടാവാൻ കാരണമായി. അറ്റ് ദാറ്റ് ടൈം കോഴിക്കോട് വാസ് റൂൾഡ് ബൈ ദ സാമോറിൻ ഡൈനാസ്റ്റി. ഇപ്പോൾ സാമൂതിരി രാജവംശമായിരുന്നു അക്കാലത്ത് ഇവിടെ കോഴിക്കോട് ഭരിച്ചിരുന്നത്. ദ അറബ്സ് കൺട്രോൾ ദ ഫോറിൻ ട്രേഡ് വിത്ത് കോഴിക്കോട്. ആ സമയത്ത് കോഴിക്കോട് കച്ചവടം കോഴിക്കോടുമായി നടത്തിയിരുന്നത് അറബികളായിരുന്നു. ദ സാമോറിൻ ഡിഡ് നോട്ട് അക്സെപ്റ്റ് ദ ഡിമാൻഡ് ഓഫ് ദ പോർച്ചുഗീസ് ടു എക്സ്പെൽ ദ അറബ് ആൻഡ് ഗ്രാൻഡ് ദം എക്സ്ക്ലൂസീവ് ട്രേഡ് റൈറ്റ്സ്. എന്താണ് ഇവിടെ പറയുന്നത്? ദ സാമോറിൻ ഡിഡ് നോട്ട് അക്സെപ്റ്റ് ദ ഡിമാൻഡ് ഓഫ് ദ പോർച്ചുഗീസുകാരുടെ ആവശ്യം സാമൂതിരി സ്വീകരിച്ചില്ല. ടു എക്സ്പെൽ ദ അറബ്സ്, അറബിനെ ഇവിടുന്ന് പുറത്താക്കിയിട്ട് അവർക്കിവിടെ ട്രേഡ് ചെയ്യാനുള്ള അനുവാദം കൊടുക്കുക. ടു ഗ്രാൻഡ് ദം എക്സ്ക്ലൂസീവ് ട്രേഡിംഗ് റൈറ്റ്, ഇവിടെ അവർക്ക് പൂർണ്ണമായിട്ടും ഒരു ട്രേഡിംഗ് റൈറ്റ് നൽകുക, അതായത് കച്ചവടം നൽകാനുള്ള അനുമതി നൽകുക എന്ന ഒരു അനുവാദം സാമൂതിരി നൽകിയില്ല. ഫോളോയിങ് ദിസ്, അതിനെ തുടർന്ന് വാസ്കോ ഡ ഗാമ ഓബ്റ്റെയിൻ പെർമിഷൻ ഫോർ ട്രേഡ് ഫ്രം ദ ദെൻ കോലത്തിരി കിങ് ഓഫ് കണ്ണൂർ. അന്നേരം ഇവരെന്ത് ചെയ്തു? പോർച്ചുഗീസുകാർ അവർ
കോഴിക്കോടിനടുത്താണല്ലോ കണ്ണൂർ. അപ്പോൾ കണ്ണൂരിലെ രാജാവായ അക്കാലത്ത് കണ്ണൂരിലെ രാജാവായ കോലത്തിരിയുമായി അല്ലെങ്കിൽ കോലത്തിരിയുടെ അടുത്ത് ചെന്ന് പെർമിഷൻ നേടി. ഇപ്പോൾ ഇവിടെ കച്ചവടം കോലത്തിരി കൊടുത്തു. ഹി ദെൻ റിട്ടേൺ ടു പോർച്ചുഗൽ ആഫ്റ്റർ കളക്ടിങ് പ്രൊഡക്ട്സ് ഇൻക്ലൂഡിങ് പെപ്പർ. ഇപ്പോൾ പെപ്പർ അടങ്ങുന്ന പ്രൊഡക്ട്സ് ഒക്കെ ഇവിടുന്ന് കളക്ട് ചെയ്ത് പോർച്ചുഗലിലേക്ക് അദ്ദേഹം തിരിച്ചു. വാസ്കോ ഡ ഗാമ റിട്ടേൺ ഹോം വിത്ത് ഗുഡ്സ് വർത്ത് 60 times more than the cost of his journey. അദ്ദേഹത്തിൻ്റെ യാത്രയ്ക്ക് എത്ര ചിലവായോ അതിനേക്കാട്ടിലും 60 മടങ്ങ് വെൽത്തുമായിട്ടാണ് അദ്ദേഹം തിരിച്ച് അദ്ദേഹത്തിൻ്റെ നാട്ടിലെത്തിയത്. അപ്പം അത്രയ്ക്കും അവർക്ക് ലാഭം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള വിദേശികൾ യൂറോപ്യൻസ് ഇവിടെ വരാനുള്ള കാരണവും. The profit generated in this journey encouraged the Portuguese to make similar commercial trips to India. അപ്പോൾ ഇതുപോലെയുള്ള വാണിജ്യപരമായിട്ടുള്ള ട്രിപ്പുകൾ അവർ വീണ്ടും വീണ്ടും നടത്താൻ ഈ ഒരു പ്രോഫിറ്റ് അവരെ കൂടുതൽ പ്രേരിപ്പിച്ചു. The Samorin did not give the Portuguese a monopoly in trade. ഇവിടെ സാമൂതിരി എന്താ ചെയ്തത്? അദ്ദേഹം പോർച്ചുഗീസുകാർക്ക് ഇവിടെ ഒരു ട്രേഡ് നടത്തുന്നതിനൊരു മൊണോപ്പൊളിയും സമ്മതിച്ചില്ല. അതായത് പോർച്ചുഗീസുകാരുമായിട്ടുള്ള ഒരു കച്ചവടം ഇവിടെ അദ്ദേഹം അനുവദിച്ചില്ല. This led to conflict between the Samorin and the Portuguese. ഈ ഒരു കാരണം കൊണ്ട് തന്നെ പോർച്ചുഗീസും സാമോരും തമ്മിൽ ഒരു യുദ്ധം തന്നെ ഉണ്ടായി, കോൺഫ്ലിക്ട്സ് ഉണ്ടായി. The Portuguese had to face stiff resistance from the കുഞ്ഞാലി മരക്കാർ who were the naval chief of Samorin. സാമറിൻ്റെ നേവൽ ചീഫായിട്ടുള്ള കുഞ്ഞാലി മരക്കാർ ഈ പോർച്ചുഗീസുകാരുമായി എപ്പോഴും പൊരുതിക്കൊണ്ടിരുന്നതിനാൽ അവർക്കിവിടെ യാതൊരു കച്ചവടവും നടത്താൻ കഴിഞ്ഞില്ല. After the era of കുഞ്ഞാലി മരക്കാസ്, the Portuguese did not face much threat from India. ഇന്ത്യയിൽ നിന്ന് ഒരു ഭീഷണിയും അവർക്ക് കുഞ്ഞാലി മരക്കാർക്ക് ശേഷം ഉണ്ടായില്ല. അപ്പോൾ കുഞ്ഞാലി മരക്കാരുള്ള സമയത്ത് മാത്രമേ പോർച്ചുഗീസിന് ഇവിടെ ട്രേഡ് നടത്താൻ സാധിക്കാതുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം അവരിവിടെ ട്രേഡൊക്കെ നടത്തി. ഇനി നമുക്ക് ഈ ഭാഗത്തുള്ള എക്സ്റ്റെൻഡഡ് റീഡിംഗ് നോക്കാം. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞു കോൺസ്റ്റാന്റിനോപ്പിളിനെ കുറിച്ചൊക്കെ പറഞ്ഞു. എന്താണ് കോൺസ്റ്റാന്റിനോപ്പിൾ? ഒക്കെ മുമ്പ് നിങ്ങൾ 7th സ്റ്റാൻഡേർഡിലൊക്കെ പഠിച്ചതാണ്. ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കുക. കോൺസ്റ്റാന്റിനോപ്പിൾ വാസ് എൻ ഇമ്പോർട്ടൻറ്റ് ഹബ് ബിറ്റ്വീൻ യൂറോപ്പ് ആൻഡ് ഏഷ്യ. അപ്പോൾ ഏഷ്യയും യൂറോപ്പിനും ഇടയിലുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ഹബ്ബാണ്, അല്ലെങ്കിൽ അവിടെ യാത്രാ സൗകര്യങ്ങളുള്ള ഒരു സ്ഥലമാണിത് കോൺസ്റ്റാന്റിനോപ്പിൾ. ദിസ് വാസ് ദ ലിങ്ക് ഫോർ ദ ലാൻഡ് ട്രേഡ് ബിറ്റ്വീൻ യൂറോപ്പ് ആൻഡ് ഏഷ്യ. അപ്പം യൂറോപ്പും ഏഷ്യയുമായിട്ട് ഒരു ട്രേഡ് ലാൻഡ് വഴി കരമാർഗം കച്ചവടം ചെയ്യുന്നതിനുള്ള ഒരു ലിങ്ക് ആയിരുന്നു ഈ കോൺസ്റ്റാന്റിനോപ്പിൾ. അതായത് ആ കോൺസ്റ്റാന്റിനോപ്പിൾ വഴി ഏഷ്യയിലേക്ക് അവർക്ക് എത്താമായിരുന്നു. പക്ഷേ അതാണ് ടർക്സ് നേരത്തെ കോൺക്വർ ചെയ്തിട്ട് അവർക്ക് പുതിയൊരു സീ റൂട്ട് കണ്ടുപിടിക്കേണ്ടി വന്നത്. In 1453 the Turks captured the place, which prevented further European trade using this hub. This forced the Europeans to find an alternate route. ഇപ്പം ഈ ഒരു ആൾട്ടർനേറ്റ് റൂട്ട് എന്ന് പറഞ്ഞാൽ വേറൊരു റൂട്ട്, ആദ്യമുള്ള ലാൻഡ് റൂട്ട് അല്ലാതെ പുതിയൊരു റൂട്ട്, വേറൊരു റൂട്ട് കണ്ടുപിടിക്കാൻ യൂറോപ്യൻസിനെ പ്രേരിപ്പിച്ചത് ടർക്കികൾ ആ സ്ഥലം കൈയേറിയത് കൊണ്ടാണ്. അതായത് കോൺസ്റ്റാന്റിനോപ്പിൾ കൈയേറിയതുകൊണ്ട് അവർക്ക് പുതിയൊരു സീ റൂട്ട് കണ്ടുപിടിക്കേണ്ടി വന്നു. അടുത്തത് ദ ഷിപ്സ് ഓഫ് വാസ്കോ ഡ ഗാമ. വാസ്കോ ഡ ഗാമ സഞ്ചരിച്ച ഷിപ്പിൻ്റെ പേരുകളാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. വാസ്കോ ഡ ഗാമ ആൻഡ് ഹിസ് ക്രൂ റീച്ച്ഡ് ഇന്ത്യ വിത്ത് 3 ഷിപ്സ് നെയിംഡ്. ഏതൊക്കെയാണ് ആ ഷിപ്പിൻ്റെ പേരെന്നാണ് പറയുന്നത്? സാവോ ഗബ്രിയേൽ, സാവോ റാഫേൽ ആൻഡ് ബെറിയോ. ഇനി നമ്മൾ അടുത്തത് നോക്കുന്നതാണ് കുഞ്ഞാലി മരക്കാർ. ദ കുഞ്ഞാലി മരക്കാസ് പ്രൊട്ടക്റ്റഡ് ദ സാമോറിൻ ആൻഡ് ദ വെസ്റ്റേൺ കോസ്റ്റ് ഫ്രം ദ അറ്റാക്സ് ഓഫ് ദ പോർച്ചുഗീസ്. പോർച്ചുഗീസുകാരുടെ ആക്രമണത്തിൽ നിന്നും കേരളത്തെ അല്ലെങ്കിൽ നമ്മുടെ കോഴിക്കോടിനെ അതുപോലെ വെസ്റ്റേൺ കോസ്റ്റ് ഭാഗങ്ങളെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നത് കുഞ്ഞാലി മരക്കാരായിരുന്നു. സാമോറിന് പ്രൊട്ടക്ഷൻ നൽകിയിരുന്നത് കുഞ്ഞാലി മരക്കാരായിരുന്നു. കുഞ്ഞാലി മരക്കാർ വാസ് എ ഡെസിഗ്നേഷൻ. 4 people have occupied this position at different times. കുഞ്ഞാലി III defeated the Portuguese and captured ഫോർട്ട് ചാലിയം. ഇപ്പോൾ കുഞ്ഞാലി മരക്കാർ എന്ന് പറയുന്നത് അതൊരു ഡെസിഗ്നേഷനാണ്, സ്ഥാനപ്പേരാണ്. അതിൽ ഒരു കുഞ്ഞാലി മാത്രമല്ല 4 കുഞ്ഞാലി മരക്കാരുണ്ട്. അപ്പോൾ അവരുടെ ആ ഒരു സ്ഥാനപ്പേരാണത്. അപ്പോൾ കുഞ്ഞാലി III defeated the Portuguese and captured ഫോർട്ട് ചാലിയം. പോർച്ചുഗീസുകാരെ കുഞ്ഞാലി മരക്കാർ III തോൽപ്പിക്കുകയും ഫോർട്ട് ചാലിയം തിരിച്ചു പിടിക്കുകയും ചെയ്തു. കുഞ്ഞാലി IV വാസ് എക്സിക്യൂട്ടഡ് ബൈ ദ പോർച്ചുഗീസ് ഇൻ ഗോവ. ഗോവയിൽ വെച്ച് പോർച്ചുഗീസുകാർ കുഞ്ഞാലി IVനെ വധിക്കുകയാണ് ചെയ്യുന്നത്. വിത്ത് ദ ഫോൾ ഓഫ് കുഞ്ഞാലി, അങ്ങനെ കുഞ്ഞാലി മരക്കാർ എന്നുള്ള ആൾക്കാർ തന്നെ നശിച്ചതോടുകൂടി ദ ഡീക്ലൈൻ ഓഫ് സാമോറിൻ ഓൾസോ ബിഗാൻ. സാമോറിൻ്റെ
അധപതനവും തുടങ്ങുകയാണ്. അദ്ദേഹവും ആ രാജവംശവും ഇല്ലാതായി മാറുകയാണ് ചെയ്യുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അടുത്ത ക്ലാസ്സുമായി നമുക്ക് ഉടനെ തന്നെ കാണാം.